Okay, here we have the question. A parametric representation of a hyperbolic paraboloid vector r of uv equal to au cos hv bu sin hv u square. Okay, derive a representation in the form z equal to f of xy. Also find the parameter curves u equal to constant and v equal to constant on the surface and a normal vector of the surface. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഹൈപ്പർബോളിക് പാരബോളോയുടെ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആയിട്ട് തന്നിട്ടുള്ളത് എന്താണ്? ആർ ഓഫ് യു വി ഈക്വൽ ടു എ യു കോസ് എച്ച് വി ഐ ക്യാപ്പ് പ്ലസ് ബി യു സൈൻ എച്ച് വി ജെ ക്യാപ്പ് പ്ലസ് യു സ്ക്വയർ കെ ക്യാപ്പ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഡെറിവേഷൻ നമുക്ക് ഈ ഹൈപ്പർബോളിക് പാരബോളോടെ കണ്ടെത്താൻ കഴിയണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഡിറൈവ് ആൻ റെപ്രസെന്റേഷൻ ഇൻ ദി ഫോം z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. ആൾസോ ഫൈൻഡ് ദി പാരാമീറ്റർ കർവ്സ്. നമുക്ക് പാരാമീറ്റർ കർവ് കണ്ടുപിടിക്കണം. അപ്പോൾ ഓൺ ദി സർഫസിലുള്ള പാരാമീറ്റർ കർവ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ അത് കർവ്സ് യു ഈക്വൽ ടു കോൺസ്റ്റന്റും വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആകുമുള്ള അതിന്റെ പാരാമീറ്റർ കർവ് നമുക്ക് കണ്ടുപിടിക്കണം. ആൻഡ് എ നോർമൽ വെക്ടർ ഓഫ് ദി സർഫസ്. ആ സർഫസിലുള്ള ഒരു നോർമൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിൽ എന്തൊക്കെ കണ്ടുപിടിക്കാണ്ട്? z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലുള്ള റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. യു ഈക്വൽ ടു കോൺസ്റ്റന്റ് വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആകുമ്പോൾ ഈ പാരാമെട്രിക് കർവ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നോർമൽ വെക്ടറും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻസർ ഗിവൺ ആർ ഓഫ് യു വി, അതായത് നമുക്ക് ഹൈപ്പർബോളിക് പാരബോളയുടെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? എ യു കോസ് എച്ച് വി ഐ ക്യാപ്പ് പ്ലസ് ബി യു സൈൻ എച്ച് വി ജെ ക്യാപ്പ് പ്ലസ് യു സ്ക്വയർ കെ ക്യാപ്പ്. ഇതാണ് നമുക്ക് ബ്രാക്കറ്റ് തന്നിട്ടുള്ള വെക്ടർ നൊട്ടേഷൻ. ഓക്കെ, ഫ്രം ദിസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിന്റെ കോമ്പണൻസ് എഴുതാൻ പറ്റും. ദ കോമ്പണൻസ് എക്സ് ഇസ് ഈക്വൽ ടു എ യു കോസ് എച്ച് വി, വൈ ഈക്വൽ ടു ബി യു സൈൻ എച്ച് വി ആൻഡ് സെഡ് ഈക്വൽ ടു യു സ്ക്വയർ. അപ്പൊ നമ്മൾ തന്ന പാരാമെട്രിക് റെപ്രസെന്റേഷനിൽ നമ്മൾ എന്തെടുത്ത് എഴുതി? കോമ്പണൻസ് ആയിട്ടുള്ള എക്സും വൈയും സെഡും നമ്മൾ എടുത്തെഴുതി. നമുക്ക് എന്താണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്? z ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലൊരു ഫോർമ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയണം ഇതിൽ നിന്ന്. ഓക്കെ, ദെർഫോർ നമ്മൾ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എടുക്കാം. തന്ന എക്സിനെ സ്ക്വയർ ചെയ്യുക, അതിനെ എ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ എന്ത് വരും? എ സ്ക്വയർ യു സ്ക്വയർ കോസ് എച്ച് സ്ക്വയർ വി ബൈ എ സ്ക്വയറും എ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് വെച്ച് ബാക്കി എന്താ ഉണ്ടായിരിക്കുക? യു സ്ക്വയർ കോസ് എച്ച് സ്ക്വയർ വി. അതുപോലെ വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ചെയ്യുക. അത് നമ്മൾ എന്തിനാ ചെയ്യുന്നത്? നമുക്ക് സെറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുമോ ഇല്ലേ നോക്കുകയാണ്. ദാറ്റ് ഈസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ എന്ത് വരും? വൈ ഈക്വൽ ടു ബി യു സൈൻ എച്ച് വി ആണ്. ദെൻ എന്ത് വരും? ബി സ്ക്വയർ യു സ്ക്വയർ സൈൻ എച്ച് സ്ക്വയർ വി ബൈ ബി സ്ക്വയർ. ബി സ്ക്വയർ ഗെറ്റ് cancelled, then we get u square into sin h square v. Then നമ്മൾ x square by a squareും y square by b squareും തമ്മിൽ മൈനസ് ചെയ്യുക. ദാറ്റ് ഈസ് x square by a square മൈനസ് y square by b square ഈക്വൽ ടു എന്താണ്? u square cos h square v മൈനസ് യു സ്ക്വയർ സൈൻ എച്ച് സ്ക്വയർ വി. രണ്ടിലും എന്താണ്? യു സ്ക്വയർ കോമൺ ആയിട്ടുണ്ട്. ദെൻ യു സ്ക്വയർ ഇൻറ്റു കോസ് എച്ച് സ്ക്വയർ വി മൈനസ് സൈൻ എച്ച് സ്ക്വയർ വി. ഇനി ബ്രാക്കറ്റിൽ തന്ന സാധനം എന്താണ്? ദിസ് ഈക്വൽ ടു 1 ആണ്. ഓക്കെ, ദെൻ വി ഗെറ്റ് യു സ്ക്വയർ. സിൻസ് എന്തുകൊണ്ടാണ്? കോസ് എച്ച് സ്ക്വയർ വി മൈനസ് സൈൻ എച്ച് സ്ക്വയർ വി എന്താണ്? ഈക്വൽ ടു 1 ആണ്. ദെൻ വി ഗെറ്റ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ. ഇനി നോക്കുക, നമുക്ക് കോമ്പണൻസ് ആക്കി എഴുതിയിട്ടുണ്ട്. എക്സ് ഇസ് ഈക്വൽ ടു ദിസ്, വൈ ഇസ് ഈക്വൽ ടു ദിസ്, സെഡ് ഇസ് ഈക്വൽ ടു എന്താണ്? യു സ്ക്വയർ. നമുക്ക് എന്താ കിട്ടിയത്? ദിസ് ഈക്വൽ ടു സെഡ് കിട്ടി, യു സ്ക്വയർ ഇട്ടിട്ടുണ്ട്. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു സെഡ്, വിച്ച് സിൻസ് എന്തുകൊണ്ടാണ്? യു സ്ക്വയർ ഈക്വൽ ടു സെഡ് നമ്മൾ കോമ്പണൻസ് ആക്കി എഴുതിയിട്ടുണ്ട്. ദെൻ നമുക്ക് എന്ത് കിട്ടി?
ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു സെഡ് എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എക്സ് വൈ എന്ന് പറഞ്ഞ രൂപത്തിലുള്ള ഒരു ഫോം കിട്ടി ദിസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി പാരാമീറ്റർ കർവ് വെൻ യു ഈക്വൽ ടു കോൺസ്റ്റന്റ് വി ഈക്വൽ ടു കോൺസ്റ്റന്റ്. യുവും വിയും കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്തായിരിക്കും ഈ തന്ന ഹൈപ്പർബോളിക് പാരാബോളോയിഡിന്റെ കർവ് എന്തായിട്ട് മാറും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മൾ റെപ്രസെന്റേഷൻ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കിട്ടി സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ആണ്. ഇതിൽ സെഡ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വന്നാൽ നമുക്ക് എന്താ കിട്ടുക? ഇതൊരു ഹൈപ്പർ ബോളോയിഡ് ആണ് കിട്ടുക. ഒരു ഹൈപ്പർ ബോൾ ആയിട്ട് കിട്ടും. സെഡ് ഈക്വൽ ടു 1 വരുമ്പോൾ ഹൈപ്പർ ബോള കിട്ടും. എ സ്ക്വയറും ബി സ്ക്വയറും 1 വരിക, ഇത് പ്ലസ് വരികയാണെങ്കിൽ എന്താണ്? സെഡ് കോൺസ്റ്റന്റ് ആകുമ്പോൾ എന്താണ്? ഇതൊരു സർക്കിൾ ആയിട്ട് മാറും. ഇവിടെ പ്ലസ് വരികയാണെങ്കിൽ എന്താണ്? ഇതൊരു എലിപ്സ് ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യാനുള്ള എന്താണ്? യു കോൺസ്റ്റന്റ് ആകുമ്പോൾ, യു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇസ് ഈക്വൽ ടു എ യു കോസ് എച്ച് വി, വൈ ഈക്വൽ ടു ബി യു സൈൻ എച്ച് വി, സെഡ് ഈക്വൽ ടു യു സ്ക്വയർ. അതായത് എ യു ഇത് കോൺസ്റ്റന്റ് വരും, ഇത് കോൺസ്റ്റന്റ് വരും, സെഡ് ഈക്വൽ ടു യു ആണ് ഒരു കോൺസ്റ്റന്റ് വരും. അതായത് ഇതിൽ സെഡ് ഒരു കോൺസ്റ്റന്റ് വരും. അപ്പൊ നമുക്ക് കിട്ടും എന്ത്? therefore യു ഈക്വൽ ടു കോൺസ്റ്റന്റ് ആകുമ്പോൾ നമുക്ക് കിട്ടും ദ ഇക്വേഷൻ റെപ്രസെന്റ്. ഇക്വേഷൻ എന്തിനാ റെപ്രസെന്റ് ചെയ്യുക? ഇക്വേഷൻ റെപ്രസെന്റ് എ ഹൈപ്പർബോള. എന്തുകൊണ്ടാണ്? ഹൈപ്പർബോളയുടെ ഇക്വേഷൻ നോക്കിയാൽ മതി. എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് വന്നാൽ മതി. അപ്പൊ യു എന്താണ്? കോൺസ്റ്റന്റ് ആണ്. യു എന്താണ്? യു സ്ക്വയർ ഈക്വൽ ടു സെറ്റ് ആണ്. അപ്പൊ നമ്മൾ ഈ ഇക്വേഷൻ നോക്കിയാൽ നമുക്ക് കിട്ടും അതൊരു ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ആണ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് എന്താ കിട്ടണ്ടേ? വി ഒരു കോൺസ്റ്റന്റ് ആകുമ്പോൾ അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് നോക്കണ്ടേ. വി ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞത് വി എന്താണ്? എക്സ് ഈക്വൽ ടു എ യു കോസ് എച്ച് വി ആണ്, വൈ ഈക്വൽ ടു ബി യു സൈൻ എച്ച് വി ആണ്, സെഡ് ഈക്വൽ ടു യു സ്ക്വയർ. അതായത് കോസ് എച്ച് വി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും, സൈൻ എച്ച് വി ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകും. ബാക്കി എന്തൊക്കെയുള്ളത് നോക്കാം. എ യു ഉണ്ട്, യു ആണ് അവിടെ വേരി ചെയ്യുന്നത്, യു മാത്രമേ വേരി ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അതൊരു പാരബോളന്റെ ഇക്വേഷൻ ആണ് കിട്ടുക. ഓക്കെ, അപ്പൊ വി ഒരു കോൺസ്റ്റന്റ് ആകുമ്പോൾ അതൊരു പാരബോള ആയിട്ട് മാറും. പാരബോളയുടെ നമ്മൾ ജനറലി നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ വൈ സ്ക്വയർ ഈക്വൽ ടു 4ax എന്ന രൂപത്തിലിട്ട്, അതായത് ഒരു വൈ സ്ക്വയർ ഈക്വൽ ടു നമുക്ക് ഒരു വേരിയബിൾ മാത്രം വേരി ചെയ്യുന്ന രൂപത്തിൽ കിട്ടും. അതായത് ഇവിടുത്തെ വൈ എന്തായിട്ട് മാറും? യു ആയിട്ട് എടുക്കാൻ പറ്റും. എക്സ് എന്തായിട്ട് മാറും? യു തന്നെ. അതായത് ഇവിടെ യു മാത്രമേ വേരി ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് വൈ സ്ക്വയർ ഈക്വൽ ടു എന്നിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു പാരബോളയുടെ രൂപത്തിലായിരിക്കും അതിന്റെ ഇക്വേഷൻ ആയിരിക്കും. അപ്പൊ യു ഈക്വൽ ടു കോൺസ്റ്റന്റ് ആകുമ്പോൾ അതൊരു ഹൈപ്പർബോൾ ആയിട്ട് മാറും. വി ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ട് മാറുമ്പോൾ എന്താണ്? ഒരു പാരബോൾ ആയിട്ട് മാറും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കണ്ടേ? നെക്സ്റ്റ് നമുക്ക് ഒരു നോർമൽ വെക്ടർ കണ്ടുപിടിക്കണം ഓഫ് ദി സർഫസ്. അപ്പൊ ഒരു സർഫസിനുള്ള നോർമൽ വെക്ടർ നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ്. നോർമൽ വെക്ടർ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ യു വെക്ടർ ആർ യു ക്രോസ് നോർമൽ വെക്ടർ ആണ്. നോർമൽ വെക്ടർ എൻ ഈക്വൽ ടു ആർ യു ക്രോസ് ആർ വി ആണ്. അതായത് തന്ന പൊസിഷൻ വെക്ടറിന് നമ്മൾ എന്ത് ചെയ്യുക? ആറിന് വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുക, വിത്ത് റെസ്പെക്ട് ടു വി പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുക. രണ്ടും കൂടി ക്രോസ് പ്രൊഡക്റ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? നോർമൽ വെക്ടർ കിട്ടും. ഓക്കെ, അപ്പോ ഹിയർ ഇവിടെ ആർ എന്താണ്? ആർ ഈക്വൽ ടു എ യു കോസ് എച്ച് വി ഐ ക്യാപ്പ് പ്ലസ് ബി യു സൈൻ എച്ച് വി ജെ ക്യാപ്പ് പ്ലസ് യു സ്ക്വയർ കെ ക്യാപ്പ് ആണ് അല്ലെ. ഇനി എന്ത് ചെയ്യുക? നമ്മൾ അതിന്ന് ആർ യു, അതായത് ആറിന് വിത്ത് റെസ്പെക്ട് ടു യു നമ്മൾ പാർഷ്യൽ ഡെറിവേഷൻ ചെയ്യുക. ആർ വിത്ത് റെസ്പെക്ട് ടു യു പാർഷ്യൽ ഡെറിവേഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? അതായത് ഡോ ആർ ബൈ ഡോ യു വരും. ഇതിന് വിത്ത് റെസ്പെക്ട് ടു യു ചെയ്യുമ്പോൾ എന്ത് വരും? എ കോസ് എച്ച് വി എന്തായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് വരും. അപ്പൊ എന്താണ്? എ കോസ് എച്ച് വി ഐ ക്യാപ്പ് പ്ലസ് ബി സൈൻ എച്ച് വി ജെ ക്യാപ്പ് പ്ലസ് 2 ഇൻറ്റു യു കെ ക്യാപ്പ്. ഓക്കെ, ദെൻ ആർ വി, അതായത് ആറിന് വിത്ത് റെസ്പെക്ട് നമ്മൾ വി പാർഷ്യൽ ഡെറിവേഷൻ എടുക്കുമ്പോൾ എന്താ വരിക? ഡോ ആർ ബൈ ഡോ വി ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? എ യു കോസ് എച്ച് വി. എ യു എന്തായിട്ട് വരും? കോൺസ്റ്റന്റ് ആയിട്ട് വരും. കോസ് എച്ച് വിന്റെ ഡെറിവേഷൻ എന്താണ്? സൈൻ എച്ച് വി. ദെൻ എ യു സൈൻ എച്ച് വി ഐ ക്യാപ്പ് പ്ലസ് ബി യു കോസ് എച്ച് വി ജെ ക്യാപ്പ് പ്ലസ് കെയുടെ ടേം എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും, കാരണം ഇവിടെ വിയുടെ ടേംസ് ഇല്ല. ദെൻ നോർമൽ വെക്ടർ എൻ ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്
RU ക്രോസ് RV ആണ്. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് IJK. ഡിറ്റർമിനന്റ് IJK. RUയുടെ കോമ്പണൻസ് എന്തൊക്കെ വരിക? A cos HV, B sin HV ആൻഡ് 2U. വിയുടെ കോൺസ്റ്റന്റ് കോമ്പണൻസ് എന്തൊക്കെ വരിക? AU sin HV, BU cos HV 0. അതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ കണ്ടുപിടിക്കുക. എന്ത് വരും? I ഇൻറ്റു ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളം ഒഴിവാക്കിയിട്ട് എന്ത് വരും? B sin HV ഇൻറ്റു 0 എന്ത് വരും? 0 വരും. ബാക്കി എന്താ മൈനസ്, അതായത് മൈനസ് 2 ഇൻറ്റു B U സ്ക്വയർ cos HU I cos HV I ക്യാപ്പ് പ്ലസ് നമ്മൾ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന അറിയാലോ, അപ്പൊ അതങ്ങ് ഫോളോ ചെയ്യുക. 2 ഇൻറ്റു A U സ്ക്വയർ sin HV J ക്യാപ്പ് പ്ലസ് എന്താ ബാക്കി എന്താ? ഫസ്റ്റ് റോ തേർഡ് കോളം A cos HV ഇൻറ്റു B U cos HV. രണ്ടിലും എന്താണ്? cos HV ഉണ്ട്. അപ്പോൾ cos HV നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാൻ. ഇവിടെ എന്താണ്? രണ്ടിലും sin HV ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ABU ഇൻറ്റു cos H സ്ക്വയർ V മൈനസ് sin H സ്ക്വയർ V ഇൻറ്റു K ക്യാപ്. ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ A ഇൻറ്റു BU cos H സ്ക്വയർ V വരും. ഇവിടെ AB ഇൻറ്റു U ഇൻറ്റു sin H സ്ക്വയർ V. രണ്ടിലും എന്താണ്? AB ഇൻറ്റു U ഉണ്ട്. അപ്പൊ നമ്മൾ ABU കോമൺ ആയിട്ട് പുറത്തെടുത്തു. ദെൻ വിട്ട് cos H സ്ക്വയർ V മൈനസ് sin H സ്ക്വയർ V. cos H സ്ക്വയർ V മൈനസ് sin H സ്ക്വയർ V എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ദെൻ ദിസ് ഈക്വൽ ടു എന്ത് വരും? മൈനസ് 2B ഇൻറ്റു U സ്ക്വയർ cos HV I ക്യാപ്പ് പ്ലസ് 2 ഇൻറ്റു AU സ്ക്വയർ sin HV J ക്യാപ്പ് പ്ലസ് 2BU K ക്യാപ്പ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് കോമ്പണന്റ് ആക്കി എങ്ങനെ എഴുതാൻ പറ്റും? മൈനസ് 2B U സ്ക്വയർ cos HV 2AU സ്ക്വയർ sin HV ആൻഡ് 2BU. അപ്പൊ നമുക്ക് നോർമൽ വെക്ടർ കിട്ടി. നോർമൽ വെക്ടർ എന്താണ്? നോർമൽ വെക്ടർ N ഈക്വൽ ടു RU ക്രോസ് RV ദാറ്റ്സ് ഈക്വൽ ടു മൈനസ് 2BU സ്ക്വയർ cos HV 2AU സ്ക്വയർ sin HV ആൻഡ് 2BU. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് എ യൂണിറ്റ് നോർമൽ വെക്ടർ ഓഫ് ദി സർഫസ് റെപ്രസെന്റഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 36. അതായത് നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 36 ആണ് ഇക്വേഷൻ വെച്ചിട്ടുണ്ട്. അതിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ മുന്നേ കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ f(x,y,z) ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിട്ട് വരുമ്പോൾ അതിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ മുന്നേ ക്ലാസ് പഠിച്ചിട്ടുണ്ട്. യൂണിറ്റ് നോർമൽ വെക്ടർ വെക്ടർ n ഈക്വൽ ടു എന്താണ്? gradient of that function, given function, by determinant or mode of gradient of f1. അപ്പൊ നമ്മൾ ഇവിടെ തന്നത് എന്താണ്? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 36. അപ്പൊ നമ്മൾ എന്തെടുക്കുക? ഇക്വേഷൻ ഓഫ് ദി സർഫസ് നമ്മൾ എന്താക്കി എടുക്കുക? f(x,y,z) ആക്കി എടുക്കുക. അങ്ങനെ ഈ 36നെ ലെഫ്റ്റിലേക്ക് എടുക്കുക. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ മൈനസ് 36. ഇനി നമുക്ക് എന്താണ്? യൂണിറ്റ് നോർമൽ വെക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് വെക്ടർ n ഈക്വൽ ടു ഗ്രേഡിയന്റ് എഫ് ബൈ മോഡ് ഗ്രേഡിയന്റ് എഫ്. അപ്പൊ എഫ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഗ്രേഡിയന്റ് എഫ് എന്താണ്? ദെൻ ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു എന്താണ്? ഡോ എഫ് ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ക്യാപ്പ് ആണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? തന്ന എഫിന് എന്ത് ചെയ്യുക? വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് വരിക? ഇവിടെ എക്സിന്റെ ടേംസ് ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പം 2x, ദാറ്റ് ഈസ് 2x i ക്യാപ്പ് പ്ലസ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ ഇവിടെ മാത്രമേ വൈയുടെ ടേംസ് ഉള്ളൂ. ദാറ്റ് ഈസ് 2
y into j cap plus ഇവിടെ മാത്രം z ന്റെ ടേമുകളും ദാറ്റ് ഈസ് 2z k cap. അപ്പൊ നമുക്ക് ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു എന്ത് കിട്ടി? 2x i cap പ്ലസ് 2y j cap പ്ലസ് 2z k cap എന്ന് കിട്ടി. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യണം? അതിന്റെ മോഡ് ഗ്രേഡിയന്റ് എഫ്, മോഡുലസ് ഓഫ് ഗ്രേഡിയന്റ് എഫ് എന്താണ്? റൂട്ട് ഓഫ് ഐയുടെ കോമ്പണന്റ് സ്ക്വയർ പ്ലസ് ജെയുടെ കോമ്പണന്റ് സ്ക്വയർ പ്ലസ് കെയുടെ കോമ്പണന്റ് ആണ്. ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു 4 നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ റൂട്ട് 4 എന്ന് പറയുമ്പോൾ 2 വരും. 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആയിരുന്നു. നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. അപ്പൊ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്നതും റൂട്ട് 36 വരും. റൂട്ട് 36 പറഞ്ഞാൽ 6 ആണ് വരിക. റൂട്ട് 36 ഈക്വൽ ടു 6 ആണ്. ദെൻ 2 ഇൻറ്റു 6 എന്ത് വരും? 12 വരും. ഓക്കെ, ദെൻ therefore യൂണിറ്റ് നോർമൽ വെക്ടർ n ഈക്വൽ ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? ഗ്രേഡിയന്റ് എഫ് ബൈ മോഡ് ഗ്രേഡിയന്റ് എഫ്. ഗ്രേഡിയന്റ് എഫ് ഈക്വൽ ടു എന്താണ് തന്നിട്ടുള്ളത്? എന്താണ്? 2x i cap പ്ലസ് 2y j cap പ്ലസ് 2z k cap ഡിവൈഡഡ് ബൈ 12. ദാറ്റ്സ് ഈക്വൽ ടു 1/6 ഇൻറ്റു എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ്. ഓക്കെ, അപ്പൊ യൂണിറ്റ് നോർമൽ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ക്വസ്റ്റ്യൻ നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു പറഞ്ഞ രൂപത്തിലാണ് തന്നിട്ടുള്ളത്. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു കോൺസ്റ്റന്റ് രൂപത്തിലാണ് എങ്കിൽ അതിന്റെ യൂണിറ്റ് നോർമൽ വെക്ടർ എന്ന് പറഞ്ഞാൽ ഗ്രേഡിയന്റ് എഫ് ബൈ മോഡ് ഗ്രേഡിയന്റ് എഫ് ആണ്. ഗ്രേഡിയന്റ് എഫ് നമുക്ക് അറിയാം ഡോ എഫ് ബൈ ഡോ എക്സ് ഐ ക്യാപ്പ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ജെ ക്യാപ്പ് പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് കെ ക്യാപ്പ് ആണ്. ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുക, അതിന്റെ മോഡ് ഗ്രേഡിയന്റ് കണ്ടുപിടിക്കുക, ദെൻ നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സോൾവ് ചെയ്യുക. ദെൻ വി ഗെറ്റ് 1/6 ഇൻറ്റു എക്സ് ഐ ക്യാപ്പ് പ്ലസ് വൈ ജെ ക്യാപ്പ് പ്ലസ് സെഡ് കെ ക്യാപ്പ്. ഓക്കെ.